ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് കമൻറ്റിലെല്ലാം ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഹോം മെയ്ഡായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് എയർ ഫ്രൈ റെസിപ്പീസ് ഇടുമ്പോൾ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് നല്ല പെർഫെക്റ്റ് റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് ഇവിടെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുന്നത് കൊണ്ട് ഉണ്ടാക്കാനൊരു മടിയുമാണ്. അപ്പം ഇപ്പോഴാണ് എനിക്ക് ആ ഒരു നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രൈയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2-3 രീതിയിലെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തത് കാണിക്കുന്നത് ഈ കട്ടിങ്ങിലും ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരിതുണ്ട്. അപ്പോൾ അധികം അങ്ങ് തിന്നായി പോകാനും പാടില്ല, അധികം കട്ടിയിലായിട്ടും പാടില്ല. ഇതാ നമ്മുടെ ആ ഒരു ഫ്രോസൺ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു കട്ടി തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം അങ്ങ് തിന്നായി പോകരുത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, അങ്ങ് ഉണങ്ങിയ പോലെ ഉണ്ടാവും. അപ്പം കുറച്ചൊന്ന് കട്ടിയിലായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നീളമുള്ള സൈസ് പൊട്ടറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളതെങ്കിൽ അത്ര അങ്ങനെ എടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അധികം കട്ടിയായിട്ടും പാടില്ല, പിന്നെ അധികം അങ്ങ് തിന്നായി പോകാനും പാടില്ല. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കട്ടറെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ഞാനതൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണേ. അപ്പോൾ വലിയ പാത്രത്തിൽ ഇട്ടിട്ട് നല്ല കുറേ വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ കഴുകിയെടുക്കാൻ. എന്നാലാണ് അതിൻ്റെ ആ ഒരു പൊട്ടറ്റോയിലുള്ള ആ ഒരു വെള്ള സ്റ്റാർച്ച് പോലെ തന്നെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ പോവുള്ളൂ. എന്നാലാണ് ആ ഒരു ടേസ്റ്റും പിന്നെ കുറച്ചൊരു ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ആ ഒരു സ്റ്റാർച്ച് പോകണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. സാധാ ടാപ്പ് വാട്ടർ തന്നെയാണ് കഴുകിയെടുക്കുന്നത്. കുറേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യമായിട്ട് തന്നെ വെള്ളം മാറ്റിയിട്ട് കഴുകിയെടുക്കണം. നന്നായി കഴുകിയിട്ട് നമുക്ക് ആ ഒരു വെള്ളമില്ല നന്നായിട്ട് തെളിഞ്ഞ് വരണം. ആ ഒരു സ്റ്റാർച്ച് ഇതൊക്കെ പോയിട്ട് വെള്ളം നന്നായി തെളിഞ്ഞ് വരുന്നത് വരെ കഴുകിയെടുക്കണേ. എന്നിട്ട് ആ ഒരു പൊട്ടറ്റോൻ്റെ പീസില്ലേ, ആ ഒരു പീസെല്ലാം മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 1/4 മണിക്കൂർ 1 മണിക്കൂർ എങ്ങനെ ഇതൊന്ന് ആ വെള്ളത്തിലൊന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പൊട്ടറ്റോയിലുള്ള സ്റ്റാർച്ച് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇട്ടെടുക്കാം. ഞാൻ മുഴുവനായിട്ടും അതിലിട്ടിട്ടാണ് ഒരുമിച്ചിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പം മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുത്തിട്ട് വേവിച്ചു കേട്ടോ. എന്നാൽ പൊട്ടറ്റോ അധികം അങ്ങ് വെന്ത് പോകില്ല. ഉപ്പിട്ടാൽ പൊട്ടറ്റോ വേവ് കുറയെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. വെള്ളം നന്നായി തിളച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഓവറായിട്ട് കുക്കായി പോകരുത്. ഒരു 50%-ലും താഴെയായിട്ട് വെന്ത് കിട്ടിയാൽ മതി. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം. നമ്മൾ കത്തി കൊണ്ടിങ്ങനെ മുറിക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് മുറിഞ്ഞു പോകരുത്. ഇതാ ഞാനിപ്പോൾ ചെറുങ്ങനെ അങ്ങ് മുറിക്കുമ്പോൾ അങ്ങ് മുറിഞ്ഞു പോയിട്ടില്ല. നല്ല ശക്തി കൊടുത്തപ്പോൾ മാത്രമേ അത് കട്ടായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഓവറായിട്ട് കുക്കാകരുത്. ഇനി ഞാനതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു വേവൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ പെർഫെക്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കുന്നതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇത് ഞാനൊന്ന് കുറച്ച് സമയം വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുണിയിലൊക്കെ ഇട്ടിട്ട് വെള്ളം ഒട്ടും ഇല്ലാതെ നമുക്ക് ആ ഒരു പൊട്ടറ്റോൻ്റെ ഇത് കിട്ടണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണിനടുത്തായിട്ട് കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. അപ്പം ഇത് കോൺഫ്ലവറിൻ്റെ അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം എനിക്കിവിടെ ഞാൻ ആദ്യം ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവർ ഇട്ടിട്ട് എൻ്റെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഒന്നും ഇഷ്ടമായിട്ടില്ല. ആ ഒരു പൊടി വേണ്ടമ്മ, ഇനി ഉണ്ടാക്കുമ്പോൾ ആ പൊടി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ഞാൻ ഇതിൽ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് മുളക് പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോയിലെല്ലാം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്.
ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഇതുമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടും തന്നെ വെള്ളമില്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പകുതിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണിനടുത്തായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൺഫ്ലവറോ ഒലീവ് ഓയിലോ അങ്ങനെ ഏത് ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കോൺഫ്ലവറിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന എയർ ഫ്രയർ MI എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയറാണ്. കൂടുതൽ റെസിപ്പീസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ കമൻറ്റ് വന്നിട്ടുള്ളതാണ് പെർഫെക്റ്റ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇനി എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓണാക്കി ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മാനുവലിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സാണ് ടൈമും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പകുതി ഫ്രഞ്ച് ഫ്രൈസെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പകുതിയെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കത് സെയിം നേരത്തെ എടുത്ത പോലെ തന്നെ കുറച്ച് കോൺഫ്ലോറും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്ത് പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ. എന്നിട്ട് ഞാനത് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന കവറില്ലേ, ആ ഒരു കവറൊക്കെ ഉണ്ടെങ്കിൽ സിപ്പ് ലോക്ക് ചെയ്യുന്ന കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുത്തിട്ട് വെക്കാം. കവർ ചെയ്യണേ, അത് മറക്കരുത്. ഫ്രീസ് ചെയ്യുന്നതാണെങ്കിൽ കവർ ചെയ്തിട്ട് വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ എയർ ഫ്രയറിൽ 4 മിനിറ്റും കൂടി ടൈം ബാക്കിയുണ്ട്. അപ്പോൾ ഷേക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അതെടുത്ത് ഷേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. ഒന്നുകൂടി ഷേക്ക് ചെയ്തിട്ട് ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു എയർ ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലല്ല വെക്കുന്നത്, ഞാൻ 150 ഡിഗ്രി സെൽഷ്യസിലാണ്. ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് വരുന്നത് 200 ഡിഗ്രി സെൽഷ്യസിലാണ്. ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ക്രിസ്പി ആ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എണ്ണ പൊരിച്ച അത്ര അങ്ങ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫ്രോസൺ നമ്മൾ എയർ ഫ്രയർ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല, അത്ര അങ്ങ് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ളത് അങ്ങ് 100% ആയിട്ട് ക്രിസ്പി ആയി കിട്ടിയിട്ടില്ല. നമ്മൾ ഫ്രോസ് ചെയ്യാൻ വെച്ചിട്ടില്ലേ ഫ്രഞ്ച് ഫ്രൈസ്, അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടൈമും ടെമ്പറേച്ചറും വന്നിട്ടുള്ളത് എത്രയാണോ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എനിക്കിവിടെ 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം 200 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ 15 മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രോസ് ചെയ്യാത്തത് നമ്മൾ നേരിട്ടിട്ട് ഉണ്ടാക്കുന്നത് 150-ൽ 20 മിനിറ്റ്സാണ് വെച്ചെടുക്കുന്നത്. ഇപ്പോൾ ഷേക്ക് ചെയ്ത ഫുഡ് തോന്നിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പം 7 മിനിറ്റും കൂടി ടൈം ബാക്കിയുണ്ട്. എയർ ഫ്രയർ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആ ഒരു ഇത് ആവാനുണ്ട്, ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് ഇതായിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേങ്കിൽ ആ ഒരു നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല, അത്ര അങ്ങ് ക്രിസ്പി ആയിട്ടില്ല എന്നുള്ളൂ. ഇത് പക്ഷേ എണ്ണയിൽ പൊരിച്ചാൽ നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ അവർ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടാവുമല്ലോ ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അത്ര അങ്ങ് നമ്മളിപ്പം ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം ഇതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.